ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ 3 പതിറ്റാണ്ടുകളായി തെരഞ്ഞെടുപ്പ് വിശകലനത്തിന്റെ ഒരു പ്രധാന ഘടകമായി കണക്കാക്കുന്ന ഒന്നാണ് എക്സിറ്റ് പോളുകൾ. ഔദ്യോഗിക ഫലം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് വോട്ടർമാരുടെ മനസ്സിനെ കുറിച്ച് സൂചന നൽകുന്ന ഒന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. തെരഞ്ഞെടുപ്പ് ദിവസമോ അല്ലെങ്കിൽ അതിനു മുൻപോ വോട്ടർമാരോട് ചില ചോദ്യങ്ങൾ ചോദിച്ച് നടത്തുന്ന ഈ സർവേ കൃത്യമായ ഫലങ്ങളുടെ കണക്കായിട്ടാണ് പരിഗണിക്കുന്നത്. എന്നാൽ പല എക്സിറ്റ് പോൾ ഫലങ്ങളും തെറ്റിയ ചരിത്രവുമുണ്ട്. കേരളത്തിൽ UDF ഭരണത്തിൽ വരുമെന്ന് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിച്ച അടിസ്ഥാനത്തിൽ UDF ക്യാമ്പുകൾ ആഹ്ലാദത്തിലാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നുവെന്നതും ഭൂരിഭാഗം കേരളീയരുടെ മനസ്സിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയനാണ് എന്ന കാര്യവും വെളിപ്പെട്ട ആശ്വാസത്തിലാണ് LDF. മെയ് 4-ന് ഫലം വരുമ്പോൾ തങ്ങൾ തന്നെ അധികാരത്തിലെത്തുമെന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നു. NDAയും ശുഭപ്രതീക്ഷയിലാണ്. ഈ സാഹചര്യത്തിൽ സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളെ വിശ്വസിക്കാം. തെരഞ്ഞെടുപ്പ് സമയത്ത് പതിവായി കേൾക്കുന്ന വാക്കുകളാണ് പ്രീ പോൾ സർവേയും എക്സിറ്റ് പോൾ സർവേയും. പേരിലുള്ളതുപോലെ വോട്ടെടുപ്പിന് മുൻപ് പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം ആരാഞ്ഞ് തയ്യാറാക്കുന്നതാണ് പ്രീ പോൾ സർവേ. അഭിപ്രായ സർവേയിൽ ഒരാൾ പറഞ്ഞ അഭിപ്രായം പോളിംഗ് ദിനമാകുമ്പോഴേക്കും മാറിയേക്കാം. പ്രചാരണവും ആ സമയത്തെ സംഭവ വികാസങ്ങളും വോട്ടറെ സ്വാധീനിച്ചാൽ ഇതിന് സാധ്യത കൂടുതലാണ്. വോട്ട് ചെയ്തവരോട് ആർക്ക് വോട്ട് ചെയ്തു എന്ന് ചോദിച്ച് തയ്യാറാക്കുന്നതാണ് എക്സിറ്റ് പോൾ സർവേ. നേരിട്ടോ ഫോണിലോ ഓൺലൈനോ ആകാം ഈ സർവേ നടത്തുന്നത്. വോട്ട് രേഖപ്പെടുത്തിയവർ മാത്രമേ ഇത്തരം സർവേകളിൽ പങ്കാളികളാകൂ. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളിന് വിശ്വാസ്യത അല്പം കൂടുതലാണ്. വിവിധ ഏജൻസികളുടെ പ്രവചനങ്ങളിൽ നിന്ന് രാജ്യത്തെ ട്രെൻഡ് മനസ്സിലാക്കാൻ ഇതിലൂടെ ഒരു പരിധിവരെ കഴിഞ്ഞേക്കും. 1980-നും 2026-നും ഇടയിൽ വിവിധ തെരഞ്ഞെടുപ്പുകളോടനുബന്ധിച്ച് നടന്ന സർവേകളിൽ 80% എക്സിറ്റ് പോളുകളും ശരിയായിരുന്നു. ടൈംസ് നൗ, JVC, ആക്സിസ് മൈ ഇന്ത്യ, CNN, വോട്ട് വൈബ് ഉൾപ്പെടെ 8 ഏജൻസികളും UDF വിജയിക്കുമെന്നാണ് എക്സിറ്റ് പോൾ സർവേകൾ ചൂണ്ടിക്കാട്ടുന്നത്. 78 മുതൽ 90 വരെ സീറ്റുകൾ നേടിയുള്ള കൂറ്റൻ വിജയമാണ് UDFന് ആക്സിസ് മൈ ഇന്ത്യ പ്രവചിച്ചത്. LDF 49 മുതൽ 62 വരെ നേടും. BJP 3 വരെയും 70 മുതൽ 75 വരെയുള്ള സീറ്റുകൾ സ്വന്തമാക്കി UDF കസേര ഉറപ്പിക്കുമെന്നാണ് മാട്രിക്സ് സർവേ അടിവരയിടുന്നത്. 60 മുതൽ 65 വരെ LDFന് ലഭിക്കുമെന്നും 3 മുതൽ 5 വരെ BJP നേടുമെന്നും മാട്രിക്സ് ചൂണ്ടിക്കാട്ടുന്നു. പീപ്പിൾസ് പൾസ് 75 മുതൽ 85 വരെ സീറ്റുകൾ UDFനും 55 മുതൽ 65 വരെ LDFനും പ്രവചിക്കുന്നു. ടൈംസ് നൗ സർവേ പ്രകാരം 72 മുതൽ 84 വരെ സീറ്റുകൾ UDF നേടും. 52 മുതൽ 61 വരെ LDFും. CNN, വോട്ട് വൈബ് സർവേ പ്രകാരം 75 മുതൽ 80 വരെ സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമെന്നാണ് കണ്ടെത്തൽ. LDFന് കിട്ടുക 58 മുതൽ 68 വരെ സീറ്റുകളാണ്. 71 മുതൽ 79 വരെ സീറ്റുകൾ സ്വന്തമാക്കി UDF അധികാരത്തിലെത്തുമെന്നാണ് PMark സർവേ ചൂണ്ടിക്കാട്ടുന്നത്. 62 മുതൽ 69 വരെ സീറ്റുകൾ LDF നേടുമെന്നും 1 മുതൽ 4 വരെ സീറ്റുകളാണ് BJPക്ക് അവർ പ്രവചിക്കുന്നത്. ടുഡേസ് ചാണക്യ 72 മുതൽ 80 വരെ സീറ്റുകൾ UDF നേടുമെന്ന് ചൂണ്ടിക്കാട്ടുന്നു. 60 മുതൽ 65 സീറ്റുകളിൽ ഇടതുമുന്നണിയും 3 മുതൽ 7 വരെ സീറ്റുകൾ BJPയും വിജയിക്കുമെന്ന് അവർ പറയുന്നു. കൂറ്റൻ വിജയം എക്സിറ്റ് പോൾ പ്രവചിച്ചില്ല എന്നതിൽ നിരാശയിലാണ് UDF. തരംഗമോ ഭരണവിരുദ്ധ വികാരമോ പ്രവചനങ്ങളിൽ കാണാത്തതും LDFന് ശരാശരി 65 സീറ്റ് വരെ എക്സിറ്റ് പോളുകളിൽ പ്രവചിച്ചിട്ടുണ്ട് എന്നതും ശുഭസൂചകമായി LDF കാണുന്നു. എക്സിറ്റ് പോളുകളുടെ ഫലങ്ങളിൽ 10% വ്യതിയാനം പ്രതീക്ഷിക്കാമെന്ന്, അത് തങ്ങൾക്ക് അനുകൂലമാകും എന്നുമുള്ള വിലയിരുത്തലിലാണ് LDF. അതേസമയം എക്സിറ്റ് പോളുകളുടെ പ്രവചനം പലയിടങ്ങളിൽ തെറ്റാകുമെന്ന് ഉറപ്പിക്കുന്നുണ്ട് പല നേതാക്കളും. ആക്സിസ് മൈ ഇന്ത്യ മാത്രമാണ് 90 സീറ്റ് എന്ന പരമാവധി പ്രവചനത്തിൽ UDFനെ എത്തിച്ചിട്ടുള്ളത്. 75 സീറ്റുകളാണ് മറ്റ് ഏജൻസികളുടെ ശരാശരി പ്രവചനം. അതായത് ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമാണ് തെരഞ്ഞെടുപ്പ് ഫലം ഉറപ്പിക്കുക എന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നു. ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേയിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് കൂടുതൽ പേരും ഉയർത്തിക്കാട്ടുന്നത് പിണറായി വിജയനെയാണ് എന്നത് LDFൽ ആഹ്ലാദം പരത്തുന്നുണ്ട്. UDFൽ സതീശനാണ് മുന്നിൽ. മാത്രമല്ല, ഈഴവ വോട്ടർമാരിൽ 1% കൂടുതൽ വോട്ട് അനുകൂലമാകാൻ സാധ്യതയുണ്ട് എന്നതും വീട്ടമ്മമാരുടെ വോട്ട് ചായ്വും LDF ക്യാമ്പുകൾക്ക് ആശ്വാസമേകുന്നുണ്ട്. കേരളത്തിൽ LDF ഭരണ തുടർച്ച നേടുമെന്ന് 2021-ലെ 11 എക്സിറ്റ് പോളുകളിൽ 6 പ്രവചിച്ചിരുന്നു. എന്നാൽ വിജയത്തിന്റെ വ്യാപ്തി പ്രവചിക്കുന്നതിൽ പലരും പരാജയപ്പെട്ടു. LDFന് 70 മുതൽ 80 സീറ്റുകൾ ലഭിക്കുമെന്നായിരുന്നു പൊതുവായ വിലയിരുത്തൽ. എന്നാൽ 99 സീറ്റുകൾ നേടിയുള്ള ഇടതുമുന്നണിയുടെ പടയോട്ടം സർവേ ഏജൻസികളെ പോലും അമ്പരപ്പിക്കുന്നതായിരുന്നു. ഒരു എക്സിറ്റ് പോളിൽ മാത്രമാണ് UDF മുന്നിലെത്തിയിരുന്നത്.
ബാക്കി 4 പ്രവചിച്ചത് ഒപ്പത്തിനൊപ്പം മത്സരവും അതിൽ നേരിയ വിജയവുമായിരുന്നു. മിക്ക എക്സിറ്റ് പോളുകളും NDAക്ക് സീറ്റുകൾ പ്രവചിച്ചിരുന്നെങ്കിലും ഫലം വന്നപ്പോൾ BJPക്ക് കൈവശമുണ്ടായിരുന്ന ഏക സീറ്റും നഷ്ടമായി. പശ്ചിമബംഗാളിൽ കടുത്ത പോരാട്ടമാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. മമതാ ബാനർജിയുടെ തൃണമൂൽ ഭരണത്തിന് അന്ത്യം കുറിച്ച് BJP അധികാരം പിടിച്ചെടുക്കുമെന്ന് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നു. ചില സർവേകൾ ഇനിയും പുറത്തു വരാനുണ്ട്. 2021 എക്സിറ്റ് പോളുകളിൽ ഏറ്റവും കൂടുതൽ പിഴവ് സംഭവിച്ചത് പശ്ചിമബംഗാളിന്റെ കാര്യത്തിലായിരുന്നു. തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിൽ അതിശക്തമായ പോരാട്ടം നടക്കുമെന്നും BJP അധികാരം പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു പല പ്രമുഖ ഏജൻസികളുടെയും പ്രവചനം. എന്നാൽ മമതാ ബാനർജി വൻ വിജയം കൊയ്തു. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റി തമിഴ്നാട്ടിൽ നടൻ വിജയുടെ തമിഴക വെട്രി കഴകം അധികാരം പിടിക്കുമെന്ന് പ്രമുഖ സർവേ ഏജൻസിയായ ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനമാണ് പ്രേക്ഷകരെ ഞെട്ടിച്ചത്. ആകെയുള്ള 234 സീറ്റുകളിൽ 98 മുതൽ 120 വരെ സീറ്റുകൾ നേടി വിജയ് കരുത്തുകാട്ടുമെന്നും ഭരണകക്ഷിയായ DMKക്ക് പരമാവധി 110 സീറ്റുകൾ വരെ ലഭിക്കൂ എന്നുമാണ് പ്രവചനം. പക്ഷേ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK സഖ്യം അധികാരം നിലനിർത്തുമെന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നത്. 2021 തമിഴ്നാട്ടിൽ DMK സഖ്യം അധികാരം പിടിക്കുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഏതാണ്ട് കൃത്യമായിരുന്നു. അസമിൽ NDAക്ക് ഭരണ തുടർച്ച ലഭിക്കുമെന്നാണ് ഭൂരിപക്ഷം സർവേകളും പറയുന്നത്. ഇത്തവണ പുതുച്ചേരിയിൽ BJP NR കോൺഗ്രസ് സഖ്യം അധികാരം നിലനിർത്തുമെന്ന് ഭൂരിഭാഗം സർവേകളും പ്രവചിക്കുന്നു. സാമ്പിളുകൾ ശേഖരിക്കുന്നതിലെ പരിമിതികൾ, നഗര കേന്ദ്രീകൃതമായ അഭിപ്രായങ്ങൾക്ക് ലഭിക്കുന്ന മുൻഗണന, യഥാർത്ഥ രാഷ്ട്രീയ ചായ്വ് വെളിപ്പെടുത്താനുള്ള വോട്ടർമാരുടെ മടി എന്നിവയെല്ലാം എക്സിറ്റ് പോളുകളുടെ കൃത്യതയ്ക്ക് വെല്ലുവിളിയാണ്. 2015 ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രവചനം തെറ്റിയതോടെ ടുഡേസ് ചാണക്യ എന്ന ഏജൻസിക്ക് വന്ന തിരിച്ചടി നാം കണ്ടതാണ്. നിലവിൽ ഇന്ത്യയിലെ എക്സിറ്റ് പോളുകളിൽ ഏറ്റവും കൂടുതൽ കൃത്യത അവകാശപ്പെടുന്ന ഏജൻസികളിൽ ഒന്നായ പ്രദീപ് ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ ഫലത്തെ രാഷ്ട്രീയക്കാർ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. അവരുടെ കേരളത്തിലെ മുൻകാല തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ ഏറെക്കുറെ ശരിയായിരുന്നു. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി കയ്യിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എക്സിറ്റ് പോൾ ശക്തമായ പോരാട്ടം പ്രവചിച്ചിരിക്കെ ഉദ്വേഗത്തിന്റെ മുൾമുനയിലാണ് രാഷ്ട്രീയ കേരളം. ഇതോടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർത്തിയാകുന്നു. നമസ്കാരം.